അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 1:18. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ദൈവം നിശ്വസിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആ വചനം അത് ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇവിടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത് അത് ക്രൂശിൻ്റെ വചനമാണ്. ഈ ക്രൂശിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, ക്രൂശിൻ്റെ വചനം രക്ഷയുടെ വചനമാണ്, രക്ഷയുടെ സന്ദേശമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണ് സകല മനുഷ്യർക്കും മാനവജാതികൾക്കും രക്ഷ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രൂശിൻ്റെ വചനം, ആ വചനം അത് സത്യവചനമാണ്, രക്ഷയ്ക്കുള്ളതാണ്, വിടുതലിനുള്ളതാണ്. എന്നാൽ ഇവിടെ കാണുന്നത് രണ്ട് രീതിയിലുള്ള ഫലം ആ വചനത്തിന് മുമ്പായി നമ്മൾ കാണുന്നു. വചനം ക്രൂശിൻ്റെ വചനമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്കത് ദൈവശക്തി. രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്. എന്താണ് അവിടെ നമ്മൾ കാണുന്നത്? ഒരു ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ. അതായത് രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയായി വരുമ്പോൾ നശിച്ചു പോകുന്നവർക്കത് ഭോഷത്വമായി തീരുന്നു. ഇപ്പോൾ ഒരു നാശത്തിൻ്റെതായിരിക്കുന്ന ഒരവസ്ഥ, ഒരു രക്ഷയുടേതായിരിക്കുന്ന അവസ്ഥ. ഇപ്പോൾ വചനം, ആ വചനത്തോടുള്ള നമ്മുടെ പ്രതികരണം, ആ വചനത്തെ നമ്മളെങ്ങനെ ഏറ്റെടുക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ വചനം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഭവനം സന്ദർശിച്ചപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഈ വചനം പറയുമ്പോൾ എങ്ങനെയാണ് ആളുകൾ യേശുവിലേക്ക് വരുന്നത്? അതുവരെ അവർ ജീവിച്ച ജീവിതവും അതുവരെ അവർ ആരാധിച്ച ആരാധനയും അവരുടെ ദൈവങ്ങളെയും എല്ലാറ്റിനും വിട്ട് എങ്ങനെ അവർ വരും? ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ മറുപടിയേ ഉള്ളൂ, ഈ വചനം എന്ന് പറയുന്നത് എന്താണ്? ജീവനുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, ക്രൂശിൻ്റെ വചനം ജീവനുള്ളതാണ്. അപ്പോൾ ആ വചനം കേൾക്കുമ്പോൾ അവരിൽ ആ ജീവൻ പ്രവർത്തിക്കും. ഈ വചനം എന്നതൊരു വിത്താണ്. ബൈബിളിൽ കർത്താവായ യേശു തന്നെ പറയുന്നുണ്ട് വിത്ത് വിതയ്ക്കുന്ന ഉപമയെക്കുറിച്ച്. അപ്പം ഈ വിത്തായിരുന്ന വചനം അത് ജീവൻ പുറപ്പെടുവിക്കുന്നതാണ്. അപ്പം ആ വചനം ഒരു വ്യക്തിയിലേക്ക് വീണു കഴിഞ്ഞാൽ, ആ വ്യക്തി ഒരുക്കമുള്ള വ്യക്തിയാണെങ്കിൽ, ഒരുക്കപ്പെട്ടതാണെങ്കിൽ എന്താണ്? ആ വചനം അവനിൽ മുളയ്ക്കും, അത് വളരും. അപ്പോൾ കർത്താവായ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നവരുടെയോ അല്ലെങ്കിൽ നല്ല വാക്കുകൾ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഒച്ചത്തിൽ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേകമായ കാര്യങ്ങൾ പഠിച്ചു വെച്ച് പറഞ്ഞുകൊണ്ടൊന്നും ആകത്തില്ല. മറിച്ച് എന്താണ്? ആ വചനം ഏറ്റെടുക്കുന്നവർ, അവർ ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് വിടുതൽ പ്രാപിക്കുന്നത്. ആ വചനം ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ആ വചനം എന്ത് ചെയ്യും? അത് പ്രവർത്തിക്കത്തില്ല. ആ വചനത്തിനൊരു ഫലം ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രൂശിൻ്റെ വചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രൂശ് എന്താണ് എന്ന് നമുക്കറിയാം. യഹൂദന്മാരുടെ കാലത്ത് അടിമകളെയും അതുപോലെ കൊലപാതകന്മാരെയൊക്കെ ശിക്ഷിക്കുന്ന ഒരു ശിക്ഷാ നടപടിയായിരുന്നു ക്രൂശീകരണം, ക്രൂശിക്കുക എന്നുള്ളത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ശാപമായിരുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പാകെ അവർ നോക്കുമ്പോൾ ക്രൂശിനെ കാണുന്ന ഒരു ശാപമായിട്ടാണ്. കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ക്രൂശിൽ മരിച്ചതിലൂടെ. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിലൂടെ നമ്മൾ കാണുന്നത് എന്താണ്? സകല മനുഷ്യർക്കും രക്ഷ, ലോകത്തിൻ്റെ മുഴുവനും രക്ഷയ്ക്ക് വേണ്ടി യേശു മരിച്ചു. പക്ഷേ ഇവിടെ ഈ വചനം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ക്രൂശിൻ്റെ വചനം അതിനോട് പ്രതികരിക്കുന്നവർക്ക് രണ്ട് രീതിയിലുള്ള ഫലമാണ്.
ഒന്ന്, അവർക്ക് ശിക്ഷാവധിക്ക് അല്ലെങ്കിൽ നാശത്തിന് കാരണമായി തീരുന്നു. രണ്ട്, രക്ഷിക്കപ്പെടുന്നവർക്കത് ദൈവശക്തിയായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നത്, റോമാലേഖനം 1:16 പറയുന്നത് എന്താണ്? സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അപ്പോൾ ഈ വചനം രക്ഷയുടെ വചനമാണ്. ക്രൂശിൻ്റെ വചനം സുവിശേഷമാണ്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവാണ് സുവിശേഷം. ഹല്ലേലൂയ. അപ്പോൾ ഈ സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ, കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ, അത് ഏറ്റെടുക്കുന്നവർ അവർ രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. ഏതൊരു വചനവും നമ്മൾ എടുക്കുമ്പോൾ, അല്ല ഏതൊരു വചനവും വായിക്കുമ്പോൾ ആ വചനം നമ്മളോട് സംസാരിക്കും. അപ്പോൾ അതിനകത്ത് രണ്ട് തലങ്ങളുണ്ട്. വചനത്തെക്കുറിച്ച് പറയുന്നത് ഇരുവായുത്തലുള്ള വാളെന്നാണ് പറഞ്ഞത്. ഒന്ന് രക്ഷയ്ക്കായിട്ടും ഒന്ന് ശിക്ഷാവിധിക്കായിട്ടും അത് തീരും. ഏറ്റെടുക്കുന്നവർ, ആ വചനം അനുസരിക്കുന്നവർ, അവർ അനുഗ്രഹത്തിനായി അല്ലെ രക്ഷയ്ക്കായി അവരുടെ ജീവിതത്തിൽ ആ വചനം പ്രവർത്തിക്കും. എന്നാൽ അതിനെ തിരസ്കരിക്കുന്നവർക്ക് അത് നാശത്തിനും അല്ലെങ്കിൽ നിത്യമായ ശിക്ഷാവിധിയിലേക്കും പോകും. നമുക്കറിയാം, ബൈബിളിലെ ഏറ്റവും സുവർണവാക്യം യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിലെ കർത്താവായ ദൈവം ഈ ലോകത്തിലേക്ക് നൽകി. എന്തിനു വേണ്ടിയാണ് നൽകിയതെന്ന് അവിടെ പറയുന്നുണ്ട്. എന്താണ്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. അതെ, ദൈവം ഈ ലോകത്തിലേക്ക് കർത്താവായ യേശുവിനെ നൽകി. എന്തിനു വേണ്ടിയാണ്? എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടത്. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പക്ഷേ അതിൻ്റെ മറുവശം കൂടെ അവിടെ പറയുന്നുണ്ട്. എന്താണ്? നശിച്ചു പോകുന്ന ഒരു കൂട്ടം. ആരും നശിച്ചു പോകരുതെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷേ നശിച്ചു പോകുന്ന ഒരു കൂട്ടം കൂടെ അവിടെയുണ്ട്. അത് അവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് വിശ്വസിക്കാത്തവരുടെ കൂട്ടമാണ്. ഇപ്പോൾ ക്രൂശിൻ്റെ വചനം, ആ വചനത്തോടുള്ള പ്രതികരണം അപ്രകാരമാണ്. ആ വചനത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലരും വചനം കേൾക്കുമ്പോൾ വചനത്തെ പല രീതിയിലാണ് അതിനെ കാണുന്നത്. ഒരിക്കൽ ഒരു സൺഡേ സ്കൂളിലെ ഒരു അധ്യാപകൻ കുട്ടികളെ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വേറൊന്നുമല്ല, മദ്യത്തിൻ്റെ ഉപയോഗം മനുഷ്യനെ നശിപ്പിക്കുന്നു. മദ്യം കഴിച്ചാൽ നമ്മുടെ ജീവിതം നശിക്കും, നമ്മുടെ ശരീരം നശിച്ചു പോകുമെന്ന് പറയും. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം തൻ്റെ സൺഡേ സ്കൂളിലെ ആ ക്ലാസ്സിൽ നേരത്തെ തന്നെ താൻ തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു മണ്ണിര, അതുപോലെ കുറച്ച് മദ്യവും ഉണ്ടായിരുന്നു. അദ്ദേഹം ആ മദ്യം അവിടെ ഒരു ഗ്ലാസ്സിൽ പകർന്നതിന് ശേഷം ആ മണ്ണിരയെ എടുത്ത്, ഇത് കണ്ടോ, ഇതിന് ജീവനുണ്ട്, ഇത് അനങ്ങുന്നുണ്ട്, നിങ്ങൾ ഇതിന് എന്ത് സംഭവിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് ആ മദ്യത്തിലേക്ക് ഇട്ടു. അത് ആ മദ്യത്തിൽ അല്പം പടച്ചതിന് ശേഷം അത് അതിൽ മദ്യത്തിൽ തന്നെ ലയിച്ച് ചേർന്നു, ഇല്ലാതായി തീർന്നു. അപ്പോൾ ഉടൻ തന്നെ സൺഡേ സ്കൂളിലെ മറ്റു കുട്ടികളോട് അധ്യാപകൻ ചോദിച്ചു. ഒരു കുട്ടിയെ മുമ്പിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, മോനെ, ഇതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? അപ്പോൾ അവൻ പറയുകയാണ്, ഇനി മുതൽ നമ്മൾ മദ്യം കഴിക്കണം. മദ്യം കഴിച്ചാൽ നമ്മുടെ വയറ്റിലെ ഇരയെല്ലാം ചത്തുപോകും, അതില്ലാതായിത്തീരും. അതുകൊണ്ട് നമുക്ക് മദ്യം കഴിക്കണമെന്ന് പറഞ്ഞു. ബൈബിളിലൊരു വാക്യം പറയുന്നത്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, മനുഷ്യർ വമ്പ് പറയുന്നവർ സൽഗുണദോഷികളൊക്കെ ആയി തീരും. അപ്പം സൽഗുണദോഷികൾ വചനത്തെ നല്ലതിനു വേണ്ടി പറയും, പക്ഷേ എടുക്കുന്നത് വേറെ രീതിയിൽ. അവർ മനസ്സിലാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ പകർത്തുന്നത് എന്താണ്, അതിനെ വേറെ രീതിയിലാണ്. പലപ്പോഴും വചനം നമ്മൾ കേൾക്കും, പക്ഷേ ആ വചനം ദൈവം നമ്മളോടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ പറയും, എന്താണ്, അത് എന്നോടല്ല, എൻ്റെ പുറകിലിരിക്കുന്ന ആളോടാണ്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത ആളോടാണ് സംസാരിക്കുന്നത്. പക്ഷേ വചനം നമ്മളോട് ദൈവം സംസാരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകളായിരിക്കാം, നമ്മൾ മാറ്റേണ്ടതായിരിക്കുന്ന പല കാര്യങ്ങളായിരിക്കാം. അവിടെ നമ്മൾ കറക്റ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ക്രൂശിൻ്റെ വചനം അത് രണ്ട് രീതിയിലുള്ള ഫലം നൽകുന്നു.
പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വേറൊന്നുമല്ല, പഴയ നിയമത്തിലുള്ള ഒന്ന് രണ്ട് സംഭവങ്ങളാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മളൊരു വലിയ സംഭവം നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബമുണ്ടാക്കി. അതിൻ്റെ ഉയരം 60 മുഴം, വണ്ണം 6 മുഴവും ആയിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദുരാസമഭൂമിയിൽ നിർത്തി. അതെ, ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവമായതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. നെബൂഖദ്നേസർ വലിയൊരു ബിംബമുണ്ടാക്കി അവിടെ ഒരു സമഭൂമിയിൽ അതിനെ ദൂരെ നിർത്തിയതിന് ശേഷം താഴത്തേക്ക് പറയുന്ന വാക്യങ്ങൾ ഇപ്രകാരമാണ്: ആ രാജ്യത്തിലുള്ള എല്ലാ ആളുകളെയും, പ്രത്യേകിച്ച് അവിടെ ചില ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്, എല്ലാവരും എന്തിനു വരണം? ഇതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വരണം. ഈ ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വരുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളെല്ലാവരും ഈ ബിംബത്തിൻ്റെ മുമ്പാകെ കവണ്ണ് വീണ് അതിനെ നമസ്കരിക്കണം. അവിടെ ചില വാദ്യോപകരണങ്ങൾ പറയുന്നുണ്ട്, കുഴൽ, തമ്പുരു, അതുപോലെ വീണ, നാഗസ്വരം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന വാദ്യഘോഷം നിങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവരും കവണ്ണ് വീണ് അല്ലെങ്കിൽ സാഷ്ടാംഗം നമസ്കരിക്കണം. തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതുകൊണ്ട് സകല വംശങ്ങളും കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ മുതലായ സകലവിധ വാദ്യനാദവും കേട്ടപ്പോൾ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചു. സകലരും നമസ്കരിച്ചു. കാരണം രാജകൽപ്പന വലിയ കൽപ്പനയായിരുന്നു. അവിടെ അനുസരിക്കാത്തവർക്ക് വലിയൊരു തീ അവിടെ ഒരുക്കിക്കൊണ്ടിരുന്നു, ഒരു തീച്ചൂള. അപ്പോൾ ആ തീച്ചൂളയെ കണ്ട് ഭയപ്പെട്ട് അനുസരിക്കാത്തവർ എല്ലാവരും നമസ്കരിച്ചു. എന്നാൽ അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്, മേശക്, അബേദ്നഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ, ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. ഇവിടെ 3 പേര് രാജകൽപ്പനയെ മറുത്ത് നിന്നുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ ബിംബത്തെ നമസ്കരിച്ചില്ല. അവർ യഹൂദന്മാരായിരുന്നു, അവർ ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു, അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ 3 പേരും നമസ്കരിക്കാതിരുന്നു കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരവസരം കൂടെ രാജാവ് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടി ഒരവസരം കൂടെ തരികയാണ്. ഇപ്പോൾ ഈ കുഴലുകൾ മീട്ടുമ്പോൾ, ഈ വാദ്യോപകരണങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളെല്ലാവരും നമസ്കരിക്കണം, ഈ ബിംബത്തെ നമസ്കരിക്കണം. ഇല്ല എങ്കിൽ നിങ്ങളെ തീച്ചൂളയിലിട്ട് കളയും. ഉടനെ പറയുന്ന മറുപടിയാണ് അടുത്ത വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ കാണുന്നത് 18-ാമത്തെ വാക്യം വായിക്കാം. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് അറിഞ്ഞാലും എന്നുത്തരം പറഞ്ഞു. അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രധാനമുണ്ട്. 17-ാമത്തെ വാക്യം പറയുന്നത് അവിടെ 17-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് അറിഞ്ഞാലും എന്നുത്തരം പറഞ്ഞു. ഇവിടെ നമ്മൾ കാണുന്നത് അവർ ദൈവസന്നിധിയിൽ അവരുടെ തീരുമാനം വലിയതായിരുന്നു, അവരുടെ പ്രതിഷ്ഠ വലുതായിരുന്നു. രാജാവ് പുറപ്പെടുവിച്ചതായ അതിഘോരമായിരിക്കുന്ന ശിക്ഷയെപ്പോലും എതിർത്ത് നിന്നുകൊണ്ട് അവർ ദൈവത്തിന് വേണ്ടി അവർ നിന്നു. നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം. യഹൂദന്മാർക്കൊരു പ്രമാണമുണ്ട്. എന്താണ് പ്രമാണം? നിൻ്റെ ദൈവമായ യഹോവയല്ലാതെ വേറൊരു ദൈവം നിനക്ക് ഉണ്ടായിരിക്കരുത്. മേലെ ആകാശത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത്. അപ്പം യഥാർത്ഥമായി ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്ന, ദൈവത്തിൻ്റെ വചനത്തെ പിൻപറ്റുന്നതായിരിക്കുന്ന
ദൈവത്തിൻ്റെ ദാസന്മാർ ആ വലിയ ശോധന വന്നപ്പോൾ അവർ നമസ്കരിക്കാതെ നിന്നു. മാത്രമല്ല അവർ പറയുന്നു, ഞങ്ങളെ ആ തീച്ചൂളയിലിട്ടാലും, ഞങ്ങളെ ദൈവം രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് എൻ്റെ ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവസേനയിലെടുത്ത തീരുമാനത്തിൽ അവർ ഉറച്ചു നിന്നു. നമുക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ബാബേൽ പ്രവാസത്തിലേക്ക് പോയ മറ്റ് യഹൂദന്മാരൊക്കെ അവിടെ, അവരും ആ കൂട്ടത്തിലുണ്ട്, നമസ്കരിച്ചവരുടെ കൂട്ടത്തിൽ കാണും. ആയിരക്കണക്കിന് ആളുകൾ അവിടെ കൂടിയിരുന്ന് ആ തമ്പുരുവും അതുപോലെ ആ കുഴലുകളൊക്കെ മീട്ടിയപ്പോൾ അവരെല്ലാവരും വീണ് നമസ്കരിക്കുമ്പോൾ പ്രമാണമനുസരിക്കുന്ന ദൈവവേദൽ അവർ മാത്രം ദൈവസന്നിധിയിൽ നിന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രമാണം നാം അനുസരിക്കാൻ തയ്യാറാകണം. ദൈവത്തിൻ്റെ വചനം നാം അനുസരിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഇല്ല എങ്കിൽ ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് നാശത്തിന് കാരണമായി തീരും. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ചെറുപ്പക്കാരെ, ഈ മൂന്ന് പേരെയും അവരുടെ കാൽച്ചട്ട, കുപ്പായം എല്ലാം ചേർത്ത് ബന്ധിച്ച് അവരെ എങ്ങോട്ട് കൊണ്ടുവന്നു? അവിടെ സൈന്യത്തിലെ ബലവാന്മാരായിട്ടുള്ള ചില പുരുഷന്മാരോട് പറഞ്ഞു, ഇവരെ എടുത്ത് തീച്ചൂളയിലിട്ട് കളയാൻ കൽപ്പിച്ചു. അവരെ പിടിച്ചു കെട്ടി എടുത്തുകൊണ്ട് പോയി. പോകുന്ന വേളയിൽ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാം? അവർ കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ അവരെ എടുത്തുകൊണ്ട് പോയ ആളുകൾ തീയുടെ ചൂട് നിമിത്തം കരിഞ്ഞു പോയി. അവരെ തീ ദഹിപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ മൂന്ന് പുരുഷന്മാർ അവരെ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അതുപോലെ കുപ്പായം എല്ലാം ധരിച്ച് കാൽച്ചട്ട എല്ലാം അതോടുകൂടെ അവർ ആ തീയിലേക്ക് വീണു. പക്ഷെ നമ്മളവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടേക്ക് കടന്നുപോയ ആ തീച്ചുള്ളയുടെ അനുഭവത്തിലേക്ക് കടന്നുപോയ അവരുടെ ബന്ധനങ്ങളെല്ലാം അറ്റുപോയി. ആ ബന്ധനങ്ങളെല്ലാം കരിഞ്ഞു പോയി. അവിടെ നമ്മൾ കാണുന്നത്, അവർ ചെന്ന് വീഴുമ്പോൾ തന്നെ അവിടെ ഒരാളുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ചെന്ന് വീഴുന്ന സമയത്ത് തന്നെ അവിടെ ദൈവപുത്രൻ ഇറങ്ങി വന്നു. നമുക്കവിടെ കാണുന്നത്, ആ രാജാവ് നോക്കുമ്പോൾ, അതെ, ഞങ്ങൾ 3 പുരുഷന്മാരെയല്ലേ നമ്മൾ ഇട്ടുള്ളൂ. അതെ, 4മതൊരാളെ ഞാൻ കാണുന്നു, അവൻ്റെ മുഖം ദൈവപുത്രനോട് സദൃശ്യമായിട്ട് ഞാൻ കാണുന്നു എന്ന് പറയും. ഹല്ലേലൂയ. അതെ, കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് അവരെ വിടുവിക്കുവാനായിട്ട് ദൈവത്തിന് ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. ആ തീച്ചുളയുടേതായിരിക്കുന്ന അവസ്ഥ അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്ക് ദൈവത്തോട് കൂടെ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു. തീച്ചുളയുടേതായിരിക്കുന്ന അവസ്ഥ അവരുടെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ചറിയുന്ന, ദൈവത്തെ അടുത്തറിയുന്ന, കർത്താവിനോട് കൂടെ ഇരിക്കുന്നതായിരിക്കുന്ന ഒരവസ്ഥയായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. പ്രിയരെ, ഒരു കാര്യം ഓർക്കണം. അവരെ എടുത്തുകൊണ്ടുപോയവർ അവരെത്ര പേരാണെന്ന് അവിടെ പറയുന്നില്ല. അവർ മുഴുവനും ആ തീച്ചുളയിൽ അവരെരിഞ്ഞമർന്നു. ഒരേ ചൂള, ഒരേ തീ, 2 പേർക്ക്, 2 അവസ്ഥയിലുള്ളവർക്ക് 2 രീതിയിൽ അതിന് ഫലമുണ്ടായി. കർത്താവിനെ സേവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക്, കർത്താവിൻ്റെ വചനം പ്രമാണിക്കുന്ന തൻ്റെ ദാസന്മാർക്ക് അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിക്കുന്നതായിരിക്കുന്ന ഒരു അനുഭവമായി, ഒരു സന്തോഷത്തിൻ്റെ അനുഭവമായി അത് തീർന്നപ്പോൾ മറ്റുള്ളവർക്കത് നാശത്തിന് കാരണമായി തീർന്നു. മറ്റുള്ളവരുടെ ജീവിതം അവിടെ തീർന്നു, അവരുടെ ജീവൻ അറ്റുപോയി, അവർ പട്ടുപോകുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ പ്രത്യേകം ഓർക്കണം, ക്രൂശിൻ്റെ വചനം, ഹല്ലേലൂയ, അത് രക്ഷയ്ക്കായി തീരണം നമ്മുടെ ജീവിതത്തിൽ. അതനുസരിക്കുന്നവർക്കാണ്, ഹല്ലേലൂയ, അത് പ്രമാണിക്കുന്നവർക്കാണ് ഈ വചനം നമ്മൾ കേട്ട് നമ്മളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി തീരുവാനായിട്ടാണ് വിശുദ്ധ പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്നത്. ഒരു സംഭവം കൂടെ നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. 6-ാമത്തെ അധ്യായത്തിൽ ദാനിയേൽ അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. ഒരു വിശ്വസ്തനായിരുന്ന ഒരു വ്യക്തി, ഒരു തെറ്റും കുറ്റവും കണ്ടെത്താൻ പറ്റാത്ത ഒരു വ്യക്തി, ദൈവത്തിൻ്റെ വചനത്തെ അതേപോലെ അനുസരിച്ച് തൻ്റെ ജീവിതത്തിൽ മറ്റുള്ള ആളുകൾ, ആ രാജ്യത്തുള്ള ആളുകൾ
അവർ കിണഞ്ഞ് പരിശ്രമിച്ച് നോക്കി എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ ഇവനെതിരെ, ഇവനെ കൊല്ലാൻ അല്ലെങ്കിൽ ഇവനെ കൊടുക്കാനായിട്ട്. ഒരു തെറ്റും കണ്ടില്ല. അതിനുശേഷം താഴത്തേക്കുള്ള ഭാഗം കാണുമ്പോൾ നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്. അവരൊരു കാര്യം തീരുമാനിക്കുകയാണ്, ഇവൻ്റെ ദൈവത്തോടല്ലാതെ, ഇവൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഇവൻ എപ്പോഴും രാവും പകലും ദൈവസന്നിധി കടന്നു പ്രാർത്ഥിക്കുന്നവനാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം വെച്ച് ഇവനെ കൊടുക്കാമെന്ന് അവർ ചിന്തിച്ചുകൊണ്ട് അവരൊരു കൽപ്പന എഴുതി ഉണ്ടാക്കുകയാണ് രാജസന്നിധിയിൽ. 7-ാമത്തെ വാക്യം. രാജാവ് 30 ദിവസത്തേക്ക് തിരുമേനിയോട് അല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായൊരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാനിയേൽ, ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ജീവിക്കുന്ന തൻ്റെ ദാസൻ, അപ്പം ആ ദാസനെതിരെ ശത്രുവായവർ ഗൂഢാലോചന നടത്തി ഇപ്രകാരം ഒരു നിയമം എഴുതി ഉണ്ടാക്കി രാജാവിൻ്റെ കരങ്ങളിൽ കൊടുത്തു. രാജാവിൻ്റെ കരങ്ങളിൽ കൊടുത്തതിന് ശേഷം അതിന് പെർമിഷൻ മേടിച്ചു. അതിൻ്റെ ഫലമായിട്ട് രാജ്യമെമ്പാടും കൊടുത്തയക്കുകയാണ് ഈ രാജാവിൻ്റെ കൽപ്പന. 30 ദിവസത്തേന് ഇനി ആരും മറ്റുള്ള ദൈവങ്ങളോട് പ്രാർത്ഥിക്കരുത്, രാജാവിനോട് മാത്രമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അനുവാദമുള്ളൂ. അപ്രകാരം നിങ്ങൾ പ്രാർത്ഥിച്ചില്ല എങ്കിൽ നിങ്ങളെ സിംഹങ്ങളുടെ ഗുഹയിലിട്ട് കളയും. സിംഹങ്ങളെ പട്ടിണിക്കിട്ട് കുറേ ദിവസങ്ങളായി പട്ടിണിക്കിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുക. എന്തിനു വേണ്ടിയാ? ഈ മനുഷ്യരെ ഇട്ട് കൊടുക്കുവാനായിട്ട്. അവർ മനുഷ്യരെ അല്ല ഉദ്ദേശിച്ചത്, ദാനിയേലിനെ ഈ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കൊടുക്കുവാനായിട്ട്. പ്രിയമുള്ളവരെ, അവിടെ നമ്മൾ കാണുന്നത് ഈ ദാനിയേൽ അവിടെ ഒരു കാര്യം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവിടെ നമ്മൾ കാണുന്നത് 10-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഇവിടെ നമ്മൾ കാണുന്നത് ദാനിയേൽ ഈ രേഖ കണ്ടു. തൻ്റെ വീടിൻ്റെ മുറ്റത്തും ഒരുപക്ഷെങ്കിൽ അത് ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. താനത് കണ്ട ഉടൻ തന്നെ ചെയ്തത് തൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. താൻ പതിവ് പോലെ ചെയ്യുന്നത് പോലെ. ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു പതിവായിരിക്കണം പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന ഒരു പതിവായിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന പതിവായിരിക്കണം. ദാനിയേലിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദാനിയേൽ പതിവായി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവത്തിൽ നിന്ന് ഒരു വാക്ക് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇടപെടാതെ ദൈവത്തെ സേവിക്കുന്നവനായിരുന്നു. അപ്പോൾ ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാർത്ഥനാ മനുഷ്യനായ ദാനിയേൽ തൻ്റെ പ്രാർത്ഥനയ്ക്ക് രാജാവിൻ്റെ കൽപ്പന ഒരു തടസ്സമായില്ല. എത്ര വലിയ ഘോരമായ കൽപ്പന ആയിരുന്നെങ്കിൽ പോലും അവൻ 1-ാം സ്ഥാനം കൊടുത്തത് ആർക്കാണ്? ദൈവത്തിനാണ്. ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥന ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. വലിയൊരു പ്രതികൂലമാണ് തനിക്ക് മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ ദാനിയേൽ പ്രാർത്ഥിച്ചു. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ ഉടൻ തന്നെ ഈ ദേശാധിപന്മാരോ ഭടന്മാരെ കൂട്ടിക്കൊണ്ടു വന്നു. ദാനിയേലിനെ അപ്പോഴേ തന്നെ കൂട്ടിക്കൊണ്ടുപോയി രാജസന്നിധി നിർത്തി. രാജാവ് വളരെ വിഷമം രാജാവിനുണ്ടായി. അന്ന് വൈകുന്നേരം വരെ രാജാവ് ഈ ദാനിയേലിനെ രക്ഷിക്കുവാനായിട്ട് നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. രാജകൽപ്പന വലിയ കഠിനമായതുകൊണ്ട് ഈ ദാനിയേലിനെ കൊണ്ടുപോയി സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഇട്ടു. ദാനിയേൽ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് വീണു. രാജാവ് അന്ന് രാത്രിയിൽ ഉറക്കമിളച്ച് ഉപവാസത്തോടു കൂടെ പ്രാർത്ഥിക്കുന്നു എന്നാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. പക്ഷെ ദാനിയേൽ ആ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു കാര്യം അവിടെ സംഭവിച്ചു. അതാരും അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ ദൂതനെ അതിനു മുമ്പേ തന്നെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ദൈവം അയച്ചു. ഹല്ലേലൂയ. ദാനിയേലിനുണ്ടാകുന്ന ആ വലിയ ആപത്തിൽ നിന്നും അല്ലെങ്കിൽ ആ വലിയ പ്രതികൂലത്തിൽ നിന്നും തന്നെ രക്ഷിക്കുവാൻ മുന്നമേ ദൈവം തൻ്റെ ദൂതനെ
അയച്ച് സിംഹങ്ങളുടെ വായെ അടച്ചു കളഞ്ഞു. ആ രാത്രി മുഴുവൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പലപ്പോഴും ഇന്ന് ചിന്തിക്കും ആ കാര്യം, ആ ഭാഗം വായിക്കുമ്പോൾ. ആ രാത്രി മുഴുവനും ദൈവസന്നിധിയിലിരിക്കുന്ന ഒരവസ്ഥ, ദൈവത്തിൻ്റെ ദൂതനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ. അത് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം. താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ അങ്ങനെ ഒരു അനുഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി കാണത്തില്ല. എന്നാൽ വലിയ പ്രതികൂലത്തിൻ്റെ മധ്യേ തന്നെ കൊല്ലുവാൻ, തന്നെ അത് നശിപ്പിച്ച് കളയാൻ തീരുമാനിച്ചിരുന്ന ആ സ്ഥാനത്ത് താൻ അകപ്പെട്ടപ്പോൾ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന അനുഭവം അത് ഇടമായി തീർന്നു. പ്രിയമുള്ള ദൈവമക്കളെ, പലപ്പോഴും പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ഹല്ലേലൂയ, നാം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരാണെങ്കിൽ പ്രതികൂലം വരത്തില്ലെന്ന് ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല. ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവിൻ, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കഷ്ടവും പ്രയാസവും രോഗം എല്ലാം ഈ ലോകത്തിലുണ്ട്, പക്ഷേ അതിനപ്പുറമായിട്ട് ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമുക്ക് സന്തോഷം തരുവാൻ, സമാധാനം തന്ന്, പ്രത്യാശ നൽകി, ഹല്ലേലൂയ, ഈ ലോക ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ദാനിയേലിൻ്റെ ജീവിതത്തിൽ അവരെല്ലാം ഉപേക്ഷിച്ചു. രാജാവിനും ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ആർക്കും ഒന്നും പ്രവർത്തിക്കാൻ പറ്റാതെ വന്നപ്പോൾ ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഹല്ലേലൂയ ആർക്കും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ കരമുണ്ട്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, വിടുവിക്കുന്ന ദൈവമാണ്. ദാനിയേലിനെ വിടുവിച്ച ദൈവമാണ്. ഹല്ലേലൂയ. പിറ്റേന്ന് രാവിലെ രാജാവ് ദുഃഖസ്വരത്തോടെ വന്ന് വിളിക്കുക, ദാനിയേലേ എന്ന് വിളിച്ചപ്പോൾ അവനതിന് ഉത്തരം കൊടുത്തു, യജമാനെ, ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. അതുകൊണ്ട് ഞാൻ നിൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും കുറ്റമില്ലാത്തവനെന്ന് അവൻ സാക്ഷ്യപ്പെടുത്തി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവ് ചെയ്യുന്ന വിടുതലുകൾ നമ്മളെ സാക്ഷ്യപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതായിരിക്കുന്ന നന്മകൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ആ വിടുതൽ, അതിനെ നമ്മൾ സാക്ഷിക്കണം. ഇവിടെ രാജാവിൻ്റെ മുമ്പാകെ അവൻ സാക്ഷ്യപ്പെടുത്തി. ഉടൻ തന്നെ ദാനിയേലിനെ കയറ്റി, ആ ഗുഹയിൽ നിന്ന് പെട്ടെന്ന് കയറ്റി ദാനിയേലിന് വിരോധമായി നിന്നതായിരിക്കുന്ന എല്ലാ ദേശാധിപന്മാരോടും വരാനായിട്ട് പറഞ്ഞു. അവരെല്ലാവരെയും കൊണ്ടുവന്നു. അവരെല്ലാവരും ഒരുമിച്ച് പടയാളികളോട് പറഞ്ഞു, ഇവരെ പെട്ടെന്ന് പിടിച്ച് സിംഹങ്ങളുടെ കുഴിയിലേക്ക് ഇടാനായിട്ട് പറഞ്ഞു. താഴത്തേക്കുള്ള ഭാഗം വായിക്കുമ്പോൾ അവരാരും സിംഹങ്ങളുടെ ആ ഗുഹയ്ക്കുള്ളിൽ അടിയിൽ അവരെത്തിയില്ല. അതിനു മുമ്പേ തന്നെ അവരുടെ അസ്ഥികളൊക്കെയും തകർത്ത് കളഞ്ഞു. ഒരു സിംഹക്കുഴി, ഒരേ ഒരു സിംഹക്കുഴി. ദൈവത്തെ ആരാധിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർക്ക് അത് അനുഗ്രഹമായി തീർന്നപ്പോൾ, ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു സ്ഥലമായി തീർന്നപ്പോൾ, ദൈവത്തിനെതിരായി വചനത്തെ പ്രമാണിക്കാതെ ഈ ലോകപ്രകാരം ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവത്തിൻ്റെ ജനത്തെ ഒക്കെ ഉപദ്രവിച്ച് വരുന്നവർ, ദൈവവചനം കൂട്ടാക്കുന്നില്ല, ദൈവത്തെ അനുസരിക്കുന്നില്ല, അവർക്കത് ശാപമായി തീർന്നു, അവർക്കത് നാശമായി തീർന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ക്രൂശിൻ്റെ വചനം അത് അനുഗ്രഹത്തിൻ്റെ വചനം തന്നെയാണ്. ആ വചനത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുമോ? ആ വചനത്തെ നമ്മൾ ഏറ്റെടുക്കുന്നെങ്കിൽ അത് നമുക്ക് അനുഗ്രഹമാണ്. ക്രൂശിൻ്റെ വചനത്തോട് എതിർത്ത് നിൽക്കുന്നുവെങ്കിൽ അത് നാശമായി തീരും. നാം കേൾക്കുന്ന വചനങ്ങൾ, ഓരോ ദിവസവും നാം വായിക്കുന്ന വചനങ്ങൾ, നാം സഭയിൽ കേൾക്കുന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരണമെങ്കിൽ ആ വചനത്തോടുള്ള പ്രതികരണം എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ആ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനായി ഏറ്റെടുക്കുന്നെങ്കിൽ ആ വചനം നമുക്ക് അനുഗ്രഹമായി തീരും. ഇല്ല എങ്കിൽ ഒരിക്കൽ ആ വചനം വെച്ച് കർത്താവ് നമ്മളെ വിധിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് ഈ വചനത്തിന് മുമ്പാകെ വളരെ ഭയത്തോടും വളരെ അനുസരണത്തോടും നാം കേൾക്കുന്ന വചനങ്ങൾ, നാം വായിക്കുന്ന വചനങ്ങൾ, ദൈവത്തിൻ്റെ ആലോചനകൾ നാം കൂടെ കൂടെ കേൾക്കുമ്പോൾ ആ വചനം കേട്ട് അനുസരിച്ച് അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന്
രക്ഷയ്ക്ക്, വിടുതലിന്, ശക്തിക്ക് കാരണമായി തീരുവാൻ തക്കവണ്ണം ഈ വചനങ്ങൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.